സ്പീക്കറുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പ്രതിപക്ഷാംഗങ്ങൾ സഭയ്ക്ക് പുറത്തേക്ക് എത്തുകയാണ്. സ്പീക്കറെ ഉപരോധിക്കുന്ന ഒരു ഘട്ടമുണ്ടായ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ ഉള്ള പ്രതിപക്ഷ അംഗങ്ങളെ സ്പീക്കർ ചർച്ചയ്ക്കായി ക്ഷണിച്ചത്. സഭ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് സ്പീക്കർ അവരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചത്. ഇപ്പോൾ VS മീഡിയ റൂമിൽ സംസാരിക്കുകയാണ്. VSന്റെ വാക്കുകളിലേക്ക്. സഭയിൽ ആദ്യമായി സഭയുടെ വിശേഷിച്ച് പ്രതിപക്ഷത്തിൻ്റെ അവകാശമാണ് അടിയന്തര പ്രമേയം. ആ അടിയന്തര പ്രമേയം നിഷേധിക്കുക എന്ന അസാധാരണമായ നടപടിയാണ് സ്പീക്കറെ കൊണ്ട് ഭരണകക്ഷി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടത്തിയത്. നിഷേധിക്കുമ്പോൾ കാരണവും അഴിമതിയെ സംബന്ധിച്ച് സോളാർ കേസിലെ 5.5 കോടി, ബാർ കേരളയിലെ 10 കോടി, ഇതേപോലുള്ള അഴിമതിയെ സംബന്ധിച്ച് അന്വേഷിച്ച് കുറ്റവാളികൾക്കെതിരായി കർശനമായ നടപടി സ്വീകരിക്കേണ്ട കാര്യമാണ് ഞങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ, അടിയന്തര പ്രമേയം എന്നുള്ള രൂപത്തിൽ ഉന്നയിക്കാൻ ശ്രമിച്ചത്. അതിനെ സ്പീക്കറെ ഉപയോഗിച്ച് KPCC പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ സഭയെ കമ്മിറ്റിയെ കൈകാര്യം ചെയ്യുന്ന പോലെ ഒരു അസംബ്ലിയെ കൈകാര്യം ചെയ്യാനാണ് മിസ്റ്റർ ഉമ്മൻചാണ്ടി ശ്രമിച്ചത്. താൻ പറയുന്നതെല്ലാം കേൾക്കാൻ ബാധ്യസ്ഥനാണ് സ്പീക്കർ എന്നുള്ള അടിസ്ഥാനത്തിൽ അത് അനുവദിക്കണ്ട എന്ന് സ്പീക്കർ അങ്ങനെ അനുവദിക്കാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഇത് പ്രതിപക്ഷത്തിൻ്റെ ഒരു അവകാശമാണ്. ആ പ്രതിപക്ഷത്തിൻ്റെ അവകാശം കൈയേറ്റം ചെയ്യാൻ എന്നെ നിങ്ങൾ നിർബന്ധിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായമായിരുന്നു അദ്ദേഹം പറയേണ്ടിയിരുന്നത്. അദ്ദേഹം ഒരു കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിമാർ ചെയ്യുന്ന പോലെ ഒരു നിലപാടായിപ്പോയി അദ്ദേഹത്തിൻ്റെ. ഞങ്ങൾ ചോദിച്ചു അദ്ദേഹത്തോട്, അദ്ദേഹത്തിന് അത് സംബന്ധിച്ചുള്ള തൻ്റെ നിലപാട് ന്യായീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ അദ്ദേഹത്തിന് തൻ്റെ നിലപാട് ന്യായമായും സാധൂകരിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് ബോധ്യമായി. ഏതായാലും തുടർന്നുള്ള അസംബ്ലി നടപടികൾ ഞങ്ങൾ വാച്ച് പോവുകയാണ്. ഇതേ നിലപാടാണ് തുടരുന്നതെങ്കിൽ ഇതിനെ ഫൈറ്റ് ഔട്ട് ചെയ്യാതെ ഞങ്ങൾക്ക് നിർവാഹമില്ല. ഭരണകക്ഷിയെ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന പോലെ തന്നെ പ്രതിപക്ഷത്തെയും ജനങ്ങൾ തിരഞ്ഞെടുത്തവരാണ്. ഞങ്ങളുടെ 65 ആളുകളുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ ആർക്കും അധികാരമില്ല. ആ തരത്തിലുള്ള ഏകപക്ഷീയമായ സമീപനം എടുക്കാനാണ് അവർ തുനിഞ്ഞത്. അതിനുള്ള പ്രതിഷേധമാണ് ഞങ്ങൾ കാണിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങളെ സ്പീക്കർ ക്ഷണിച്ചു. ഞങ്ങൾ ആദ്യം അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സത്യഗ്രഹ സമരം ഞങ്ങൾ നടത്തി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ മുമ്പിൽ ഞങ്ങൾ സത്യഗ്രഹം ഇരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ പോയി കാര്യങ്ങൾ ഞങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുക്കാൻ, ഞങ്ങളുടെ വികാരം എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന് അത് മനസ്സിലായി കാണുമെന്നാണ് ഞങ്ങൾ ആശിക്കുന്നത്. ആ കാര്യം ഇതൊന്നും നേരിട്ട് കേൾക്കാത്ത നിങ്ങൾക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് നിങ്ങളോട് ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ലീഡേഴ്സായിട്ടുള്ള ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ അടിയന്തര പ്രമേയത്തിൽ പ്രധാനമായിട്ട് ഇന്ന് ഉന്നയിച്ചത് ബിജു രാധാകൃഷ്ണനെ CD കണ്ടെത്താൻ വേണ്ടിയുള്ള യാത്രയിൽ പോലീസ് അറിഞ്ഞിട്ടില്ല, ആഭ്യന്തരമന്ത്രി അറിഞ്ഞിട്ടില്ല എന്നാണ്. അദ്ദേഹം പരസ്യ പ്രസ്താവന നടത്തുകയും കമ്മീഷനെ പരസ്യമായി താക്കീത് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ശിവരാജ് കമ്മീഷനെ ഭീഷണിപ്പെടുത്തി
ഈ കേസ് അട്ടിമറിക്കാനുള്ള അവസാനത്തെ ശ്രമമാണ്. ഇതാണ് അടിയന്തര പ്രമേയത്തിൽ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. കമ്മീഷൻ്റെ നിർദ്ദേശം ലംഘിച്ചും ജയിൽ പോലീസ് അധികൃതരെ ഉപയോഗിച്ച് അധികാര ദുർവിനിയോഗം ചെയ്ത് ഒടുവിൽ ദൗത്യം പരാജയപ്പെടുത്തി അതൃപ്തി രേഖപ്പെടുത്തേണ്ടി വന്ന കമ്മീഷനെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി പരസ്യമായി ശാസിച്ചുകൊണ്ട് സർക്കാരിൻ്റെ മിഷനറി ഉപയോഗിക്കുകയാണ്. അപ്പോൾ അത് അട്ടിമറിക്കാനുള്ള ഇതാണ് ഞങ്ങൾ ഇന്ന് അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവന്നത്. പക്ഷേ സ്പീക്കർ ഇതിന് കാര്യമായ ഇന്ന് എന്തുകൊണ്ട് നിഷേധിച്ചു എന്നുള്ളത് പറഞ്ഞില്ല. സാധാരണ പറയും അനുവദിക്കാൻ പറ്റില്ല എന്നുള്ള ഒരേ വാശിയായിരുന്നു. ഞങ്ങളിപ്പോൾ വിളിച്ച സ്പീക്കർ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ വളരെ വലിയ നിസ്സഹായ അവസ്ഥയാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളിത് തുടരാൻ പോവുകയാണ്. 0 അവർ എപ്പോഴും പാർലമെൻറ്റിലെ നിയമസഭയിൽ 0 അവർ പ്രതിപക്ഷത്തിൻ്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ളതാണ്. അതാണ് ഇവിടെ കട്ട് ഓഫ് ചെയ്തത്. കംപ്ലീറ്റ് പ്രതിപക്ഷം മിണ്ടാൻ പാടില്ല. മിസ്റ്റർ ഉമ്മൻചാണ്ടിയുടെ നേതാവാണല്ലോ സോണിയാഗാന്ധി. മഹാഭൂരിപക്ഷമുള്ള BJPയുടെ മുമ്പിൽ പാർലമെൻറ്റിൽ എഴയുകയാണ് നടുക്കളത്തിലിറങ്ങി. പ്രതിപക്ഷത്തിൻ്റെ അവകാശത്തിന് വേണ്ടിയിട്ടാണ് അവർ പോരാടുന്നത്. പാർലമെൻറ്റ് ഇതുവരെ നടന്നിട്ടില്ല. ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടിക്കും കൂട്ടർക്കും അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കും.